ഹലോ, വെൽക്കം ടു ബി ഫോർ യു. ഇന്ന് നമ്മൾ നോക്കുന്നത് ദിനങ്ങളും പ്രമേയങ്ങളുമാണ് കേട്ടോ. ഈ ഒരു ടോപ്പിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ടോപ്പിക്ക് നോക്കാം കേട്ടോ. 2024 2025 ഡേറ്റും തീമുമാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം ജനുവരി 9. എന്താണ് ജനുവരി 9? പ്രവാസി ഭാരതീയ ദിവസ്. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമാണ്. അത് 2024 തീം എന്താണ്? പ്രവാസികൾ അമൃതകാലിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് വിശ്വസനീയമായ പങ്കാളികൾ. എന്താണ് 2024 തീം? പ്രവാസികൾ അമൃതകാലിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് വിശ്വസനീയമായ പങ്കാളികൾ. ഇനി 2025 തീം എന്താണ്? വികസിത ഇന്ത്യയിലേക്കുള്ള പ്രവാസികളുടെ സംഭാവന. എന്താണ് 2025 തീം എന്താണ്? വികസിത ഇന്ത്യയിലേക്കുള്ള പ്രവാസികളുടെ സംഭാവന. ഇനി 18ാമത് പ്രവാസി ഭാരതീയ ദിവസം നടന്നത് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് കേട്ടോ. 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസമാണ് നടന്നത്. എവിടെയാണ് നടന്നത്? ഒഡീഷയിലാണ്. ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് നടന്നത് കേട്ടോ. അപ്പോൾ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസ്. 2024 തീം എന്താണ്? പ്രവാസികൾ അമൃതകാലിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് വിശ്വസനീയമായ പങ്കാളികൾ. ഇനി 2025 എന്താണ്? 2025 തീം വികസിത ഇന്ത്യയിലേക്കുള്ള പ്രവാസികളുടെ സംഭാവന. ഇനി 18ാമത് പ്രവാസി ഭാരതീയ ദിവസം നടന്നത് എവിടെയാണ്? ഒഡീഷയിലെ ഭുവനേശ്വർ. ഇനി ജനുവരി 12 എന്താണ്? ദേശീയ യുവജന ദിനം. ജനുവരി 12 ദേശീയ യുവജന ദിനം. അത് 2024 തീം എന്തായിരുന്നു? എഴുന്നേൽക്കൂ, ഉണരൂ, നിങ്ങളുടെ ശക്തിയെ തിരിച്ചറിയൂ. എന്താണ് 2024 തീം? എഴുന്നേൽക്കൂ, ഉണരൂ, നിങ്ങളുടെ ശക്തിയെ തിരിച്ചറിയൂ. ഇനി 2025 തീം എന്താണ്? സുസ്ഥിര ഭാവിക്കായി യുവത്വം, പ്രതിരോധശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ച് രാഷ്ട്രത്തെ രൂപപ്പെടുത്തൽ. എന്താണ്? സുസ്ഥിര ഭാവിക്കായി യുവത്വം, പ്രതിരോധശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ച് രാഷ്ട്രത്തെ രൂപപ്പെടുത്തൽ. അപ്പോൾ ജനുവരി 12 ദേശീയ യുവജന ദിനം. 2024 തീം എന്തായിരുന്നു? എഴുന്നേൽക്കൂ, ഉണരൂ, നിങ്ങളുടെ ശക്തിയെ തിരിച്ചറിയൂ. ഇനി 2025 തീം എന്താണ്? സുസ്ഥിര ഭാവിക്കായി യുവത്വം, പ്രതിരോധശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ച് രാഷ്ട്രത്തെ രൂപപ്പെടുത്തൽ. ഇനി ജനുവരി 25 എന്താണ്? ദേശീയ സമ്മതിദായക ദിനമാണ് കേട്ടോ. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം. 2024 തീം എന്താണ്? വോട്ടിങ്ങിനെ കുറിച്ച് ഞാൻ ബോധവാനാണ്, തീർച്ചയായും ഞാൻ വോട്ട് ചെയ്യും. എന്താണ്? വോട്ടിങ്ങിനെ കുറിച്ച് ഞാൻ ബോധവാനാണ്, തീർച്ചയായും ഞാൻ വോട്ട് ചെയ്യും. ഇനി 2025 തീം എന്താണ്? വോട്ട് ചെയ്യുന്നത് പോലെ മഹത്തരമായി മറ്റൊന്നുമില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. എന്താണ്? വോട്ട് ചെയ്യുന്നത് പോലെ മഹത്തരമായി മറ്റൊന്നുമില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം. 2024 തീം എന്താണ്? വോട്ടിങ്ങിനെ കുറിച്ച് ഞാൻ ബോധവാനാണ്, തീർച്ചയായും ഞാൻ വോട്ട് ചെയ്യും. ഇനി 2025 തീം എന്താണ്? വോട്ട് ചെയ്യുന്നത് പോലെ മഹത്തരമായി മറ്റൊന്നുമില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. ഇനി ജനുവരി 25 ദേശീയ ടൂറിസം ദിനം കൂടിയാണ് കേട്ടോ. ജനുവരി 25 ദേശീയ ടൂറിസം ദിനം ആണ്. 2024 തീം എന്താണ്? സുസ്ഥിര യാത്രകൾ, കാലാതീതമായ ഓർമ്മകൾ. എന്താണ് 2024 തീം?
സുസ്ഥിര യാത്രകൾ, കാലാതീതമായ ഓർമ്മകൾ. 2025 തീം എന്താണ്? സമ്പൂർണ്ണ വളർച്ചയ്ക്കുള്ള ടൂറിസം. എന്താണ്? സമ്പൂർണ്ണ വളർച്ചയ്ക്കുള്ള ടൂറിസം. ജനുവരി 25 ദേശീയ ടൂറിസം ദിനം. 2024 തീം എന്താണ്? സുസ്ഥിര യാത്രകൾ, കാലാതീതമായ ഓർമ്മകൾ. 2025 സമ്പൂർണ്ണ വളർച്ചയ്ക്കുള്ള ടൂറിസം. ഇനി ഫെബ്രുവരി 2 എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡേറ്റ് ആണല്ലേ, ലോക തണ്ണീർത്തട ദിനം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റും തീമും കൂടിയാണ് കേട്ടോ അത്. 2024 തീം എന്താണ്? തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. 2024 എന്താണ്? തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. ഇനി 2025 തീം എന്താണ്? നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കൽ. നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കൽ. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമാണ്. 2024 തീം എന്താണ്? തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. ഇനി 2025 തീം എന്താണ്? നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കൽ. ഇനി ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റും തീമുമാണ്. 2024 തീം എന്താണ്? ക്ലോസ് ദി കെയർ ഗ്യാപ്പ്. 2025 എന്താണ്? യുണൈറ്റഡ് ബൈ യുണീക്ക് കേട്ടോ. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമാണ്. 2024 തീം എന്താണ്? ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. 2025 യുണൈറ്റഡ് ബൈ യുണീക്കാണ് കേട്ടോ. ഇനി ഞാൻ കുറച്ച് ദിനങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. PSC ഇതുവരെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം. ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം. ഫെബ്രുവരി 21 ഏതാണ്? ലോക മാതൃഭാഷാ ദിനം. ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. ഇനി ഫെബ്രുവരി 10 ലോക പയറുവർഗ്ഗ ദിനം. ഫെബ്രുവരി 10 ലോക പയറുവർഗ്ഗ ദിനം. 2024 തീം എന്താണ്? മനുഷ്യൻ്റെ ആരോഗ്യത്തിന് പോഷകാഹാരം നൽകുന്നതിനൊപ്പം മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത മെച്ചപ്പെടുത്തുന്നതിൽ പയറുവർഗ്ഗങ്ങൾക്കു പങ്കുണ്ട്. എന്താണ്? പൾസസ് നറിഷിംഗ് സോയിൽസ് ആൻഡ് പീപ്പിൾ. മനുഷ്യൻ്റെ ആരോഗ്യത്തിന് പോഷകാഹാരം നൽകുന്നതിനൊപ്പം മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത മെച്ചപ്പെടുത്തുന്നതിൽ പയറുവർഗ്ഗങ്ങൾക്ക് പങ്കുണ്ട്. ഇനി 2025 തീം എന്താണ്? പൾസസ് ബ്രിങ്ങിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രി-ഫുഡ് സിസ്റ്റം. എന്താണ്? പയറുവർഗ്ഗങ്ങൾ കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങളിലേക്ക് വൈവിധ്യം കൊണ്ടുവരിക. പയറുവർഗ്ഗങ്ങൾ കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങളിലേക്ക് വൈവിധ്യം കൊണ്ടുവരിക. ഫെബ്രുവരി 10 ലോക പയറുവർഗ്ഗ ദിനം. 2024 തീം മനുഷ്യൻ്റെ ആരോഗ്യത്തിന് പോഷകാഹാരം നൽകുന്നതിനൊപ്പം മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത മെച്ചപ്പെടുത്തുന്നതിൽ പയറുവർഗ്ഗങ്ങൾക്ക് പങ്കുണ്ട്. ഇനി 2025 തീം എന്താണ്? പയറുവർഗ്ഗങ്ങൾ കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങളിലേക്ക് വൈവിധ്യം കൊണ്ടുവരിക. ഇനി മാർച്ച് 3 ലോക വന്യജീവി ദിനം. മാർച്ച് 3 എന്താണ്? ലോക വന്യജീവി ദിനം. 2024 തീം എന്താണ്? ജനങ്ങളെയും ഗ്രഹത്തെയും ബന്ധിപ്പിക്കൽ. വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ നവീകരണം പര്യവേക്ഷണം ചെയ്യുക. എന്താണ്? 2024 തീം ജനങ്ങളെയും ഗ്രഹത്തെയും ബന്ധിപ്പിക്കൽ. വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ നവീകരണം പര്യവേക്ഷണം ചെയ്യുക. ഇനി 2025 തീം എന്താണ്? വന്യജീവി സംരക്ഷണ ധനകാര്യം ആളുകളിലും ഗ്രഹത്തിലും നിക്ഷേപിക്കുക. 2025 തീം എന്താണ്? വന്യജീവി സംരക്ഷണ ധനകാര്യം ആളുകളിലും ഗ്രഹത്തിലും നിക്ഷേപിക്കുക. ഗൂഗിൾ ട്രാൻസ്ലേറ്റിലാണ് കേട്ടോ ഞാൻ തീംസൊക്കെ നോക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു മീനിങ് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ.
ഇനി മാർച്ച് 13 ലോക വൃക്ക ദിനമാണ് കേട്ടോ. മാർച്ച് 13 ലോക വൃക്ക ദിനം. ഇനി മാർച്ച് 8 എന്താണ്? വനിതാ ദിനമാണ് കേട്ടോ. മാർച്ച് 8 വനിതാ ദിനമാണ്. 2024 തീം എന്താണ്? സ്ത്രീകളിൽ പുരോഗതി ത്വരിതപ്പെടുത്തുക. ഇതാണ് ഞാൻ പറഞ്ഞത്. ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ വെച്ച് നോക്കുമ്പോൾ മീനിങ്സൊക്കെ നല്ല പോലെ മാറുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു അർത്ഥമല്ല കിട്ടുന്നത്. ഇവിടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെ എന്താണ് മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക. സാമ്പത്തിക ശാക്തീകരണം, തുല്യത, വിദ്യാഭ്യാസം എന്നിവയിലൂടെ സ്ത്രീകളുടെ പുരോഗതി വേഗത്തിലാക്കുക. 2025 തീം എന്താണ്? അവകാശങ്ങളും സമത്വവും ശാക്തീകരണവും എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും. എന്താണ് 2025 തീം എന്താണ്? അവകാശങ്ങളും സമത്വവും ശാക്തീകരണവും എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും. മാർച്ച് 8 വനിതാ ദിനം. 2024 തീം എന്താണ്? സ്ത്രീകളെ എന്താണ് പുരോഗതിയിലേക്ക് കൊണ്ടുവരിക, അതായത് മുൻനിരയിലേക്ക് കൊണ്ടുവരിക. ഇനി 2025 തീം എന്താണ്? അവകാശങ്ങളും സമത്വവും ശാക്തീകരണവും എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും. ഇനി മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനം. മാർച്ച് 15 എന്താണ്? ലോക ഉപഭോക്തൃ ദിനം. 2024 തീം എന്താണ്? ഉപഭോക്താക്കൾക്ക് ന്യായവും ഉത്തരവാദിത്വമുള്ളതുമായ AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേട്ടോ. ഉപഭോക്താക്കൾക്ക് ന്യായവും ഉത്തരവാദിത്വമുള്ളതുമായ AI. ഇനി 2025 സുസ്ഥിര ജീവിത ശൈലിയിലേക്കുള്ള നീതിയുക്തമായ മാറ്റം. എന്താണ് 2025 തീം? സുസ്ഥിര ജീവിത ശൈലിയിലേക്കുള്ള നീതിയുക്തമായ മാറ്റം. ഇനി മാർച്ച് 21 ലോക വനദിനം. എന്താണ്? മാർച്ച് 21 ലോക വനദിനം. 2024 തീം വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനായുള്ള പുതിയ പരിഹാരങ്ങൾ. വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനായുള്ള പുതിയ പരിഹാരങ്ങൾ. ഇനി 2025 തീം എന്താണ്? വനങ്ങളും ഭക്ഷണവും. വനങ്ങളും ഭക്ഷണവും. ഇനി മാർച്ച് 22 ലോക ജലദിനം. മാർച്ച് 22 എന്താണ്? ലോക ജലദിനം. 2024 തീം സമാധാനത്തിനായുള്ള വെള്ളം. സമാധാനത്തിനായുള്ള വെള്ളം 2024 തീമാണ് കേട്ടോ. ഇനി 2025 തീം എന്താണ്? ഹിമാനികളുടെ സംരക്ഷണം. ഹിമാനികളുടെ സംരക്ഷണം 2025 തീമാണ്. ഇനി മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. മാർച്ച് 23 എന്താണ്? ലോക കാലാവസ്ഥാ ദിനം. 2024 തീം എന്താണ്? കാലാവസ്ഥാ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ. കാലാവസ്ഥാ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ 2024 തീം. ഇനി 2025 തീം എന്താണ്? നേരത്തെ മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് അടയ്ക്കുക. എന്താണ്? നേരത്തെ മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് അടയ്ക്കുക. ഇനി മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. എന്താണ്? മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. 2024 തീം എന്താണ്? അതെ, നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാൻ കഴിയും. എന്താണ്? അതെ, നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാൻ കഴിയും. ഇനി 2025 തീം എന്താണ്? അതെ, നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാം. പ്രതിജ്ഞാബദ്ധത പുലർത്തുക, നിക്ഷേപിക്കുക, വിതരണം ചെയ്യുക. എന്താണ് 2025 തീം? അതെ, നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാം. പ്രതിജ്ഞാബദ്ധത പുലർത്തുക, നിക്ഷേപിക്കുക, വിതരണം ചെയ്യുക. ഇനി ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. 2024 തീം എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2024 തീം എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഇനി 2025 തീം എന്താണ്? ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രത്യാശയുള്ള ഭാവികൾ. എന്താണ് 2025 തീം? ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രത്യാശയുള്ള ഭാവികൾ.
ഇനി ഏപ്രിൽ 22 ലോക ഭൗമദിനം. ഏപ്രിൽ 22 ലോക ഭൗമദിനം. 2024 തീം എന്താണ്? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ്. എന്താണ്? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് കേട്ടോ. ഇനി 2025 തീം എന്താണ്? അവർ പവർ അവർ പ്ലാനറ്റ് കേട്ടോ. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. 2025 തീം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. ഇനി ഏപ്രിൽ 25 ലോക മലേറിയ ദിനമാണ് കേട്ടോ. 2024 തീം എന്താണ്? ആക്സിലറേറ്റിംഗ് ദി ഫൈറ്റ് അഗെയിൻസ്റ്റ് മലേറിയ ഫോർ എ മോർ ഇക്വിറ്റബിൾ വേൾഡ്. കൂടുതൽ തുല്യതയുള്ള ലോകത്തിനായി മലേറിയക്കെതിരായ പോരാട്ടം ത്വരിതപ്പെടുത്തുന്നു. എന്താണ്? കൂടുതൽ തുല്യതയുള്ള ലോകത്തിനായി മലേറിയക്കെതിരായ പോരാട്ടം ത്വരിതപ്പെടുത്തുന്നു. അതാണ് കേട്ടോ 2024 പ്രമേയം. ഇനി 2025 പ്രമേയം എന്താണ്? മലേറിയ നമ്മളിലൂടെ അവസാനിക്കുന്നു. പുനർനിക്ഷേപം രൂപകൽപ്പന പുനഃസ്ഥാപിക്കുക. എന്താണ് 2025 തീം? മലേറിയ നമ്മളിലൂടെ അവസാനിക്കുന്നു. പുനർനിക്ഷേപം രൂപകൽപ്പന പുനഃസ്ഥാപിക്കുക. ഇനി മെയ് 12 നഴ്സസ് ദിനമാണ് കേട്ടോ. മെയ് 12 നഴ്സസ് ദിനം. ഇനി മെയ് 22 ജൈവ വൈവിധ്യ ദിനം. മെയ് 22 ജൈവ വൈവിധ്യ ദിനം. 2024 തീം എന്താണ്? പദ്ധതിയുടെ ഭാഗമാകുക. എന്താണ്? പദ്ധതിയുടെ ഭാഗമാകുക. ഇനി 2025 തീം എന്താണ്? പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവും. എന്താണ്? പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവും. ഇനി മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. എന്താണ്? മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. 2024 പ്രമേയം എന്താണ്? പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. 2024 തീം എന്താണ്? പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. ഇനി 2025 തീം ആവശ്യകത വെളിപ്പെടുത്തൽ പുകയില നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളെ വ്യവസായ തന്ത്രങ്ങൾ തുറന്നുകാട്ടൽ. എന്താണ്? ആവശ്യകത വെളിപ്പെടുത്തൽ പുകയില നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളെ വ്യവസായ തന്ത്രങ്ങൾ തുറന്നുകാട്ടൽ ആണ് 2025 തീം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. 2024 തീം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം. എന്താണ് 2024 തീം? ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം. ആതിഥേയത്വം വഹിച്ചിരുന്നത് സൗദി അറേബ്യ ആയിരുന്നു. 2024 ആതിഥേയത്വം വഹിച്ചിരുന്നത് സൗദി അറേബ്യ. ഇനി 2025 പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. 2025 തീമാണ് കേട്ടോ. ആതിഥേയത്വം വഹിച്ചിരുന്ന രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയ. 2025 ആതിഥേയത്വം വഹിച്ചിരുന്ന രാജ്യം ഏതായിരുന്നു? ദക്ഷിണ കൊറിയ. ഇനി ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനം. ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനം. ഇനി ജൂൺ 14 എന്താണ്? ലോക രക്തദാന ദിനം. ലോക രക്തദാന ദിനം. 2024 തീം എന്താണ്? രക്തദാനം ആഘോഷിക്കുന്ന 20 വർഷം. രക്തദാതാക്കളെ നന്ദി. 2024 തീം രക്തദാനം ആഘോഷിക്കുന്ന 20 വർഷം. രക്തദാതാക്കളെ നന്ദി. ഇനി 2025 തീം രക്തം നൽകുക പ്രത്യാശ നൽകുക നമ്മൾ ഒരുമിച്ച് ജീവൻ രക്ഷിക്കുന്നു. 2025 തീം എന്താണ്? രക്തം നൽകുക പ്രത്യാശ നൽകുക നമ്മൾ ഒരുമിച്ച് ജീവൻ രക്ഷിക്കുന്നു. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം. 2024 തീം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. യോഗ സ്വയത്തിനും സമൂഹത്തിനും വേണ്ടി.
2024 തീം എന്താണ്? യോഗ സ്വയത്തിനും സമൂഹത്തിനും വേണ്ടി. ഇനി 2025 തീം എന്താണ്? യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യത്തിന് യോഗ. 2025 തീം ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യത്തിന് യോഗ. ഇനി ജൂൺ 23 ഒളിമ്പിക് ദിനമാണ്. 2024 തീം നമുക്ക് നീങ്ങാം ആഘോഷിക്കാം. 2024 തീം എന്താണ്? നമുക്ക് നീങ്ങാം ആഘോഷിക്കാം. ഇനി 2025 തീം എന്താണ്? നമുക്ക് നീങ്ങാം. 2025 തീം നമുക്ക് നീങ്ങാം. ഇനി ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. എന്താണ് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. 2024 തീം എന്താണ്? ദി എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. എന്താണ്? തെളിവുകൾ വ്യക്തമാണ്, പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക. 2024 തീം എന്താണ്? തെളിവുകൾ വ്യക്തമാണ്, പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക. ഇനി 2025 തീം എന്താണ്? പ്രിവെൻഷൻ, ട്രീറ്റ്മെൻറ്റ് ആൻഡ് ജസ്റ്റിസ് സിസ്റ്റംസ്. എന്താണ്? പ്രതിരോധ ചികിത്സയും നീതിന്യായ വ്യവസ്ഥയും. 2025 തീം പ്രതിരോധ ചികിത്സയും നീതിന്യായ വ്യവസ്ഥയും. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. 2024 തീം ആരെയും പിന്നിലാക്കരുത്, എല്ലാവരെയും എണ്ണുക. 2024 തീം എന്താണ്? ആരെയും പിന്നിലാക്കരുത്, എല്ലാവരെയും എണ്ണുക. 2025 തീം എന്താണ്? യുവാക്കളെ ന്യായവും പ്രതീക്ഷയുമുള്ള ഒരു ലോകത്ത് അവർ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളെ സൃഷ്ടിക്കാൻ ശാക്തീകരിക്കുക. എന്താണ് 2025 തീം? യുവാക്കളെ ന്യായവും പ്രതീക്ഷയുമുള്ള ഒരു ലോകത്ത് അവർ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളെ സൃഷ്ടിക്കാൻ ശാക്തീകരിക്കുക. ഇനി ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമാണ്. ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. 2024 തീം എന്താണ്? പ്രകൃതിയുമായി യോജിച്ച് സുസ്ഥിരമായി ജീവിക്കുക. 2024 തീം പ്രകൃതിയുമായി യോജിച്ച് സുസ്ഥിരമായി ജീവിക്കുക. 2025 തീം എന്താണ്? ആളുകളെയും സസ്യങ്ങളെയും ബന്ധിപ്പിക്കൽ, വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ നവീകരണം പര്യവേക്ഷണം ചെയ്യൽ. എന്താണ് 2025 തീം? ആളുകളെയും സസ്യങ്ങളെയും ബന്ധിപ്പിക്കൽ, വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ നവീകരണം പര്യവേഷണം ചെയ്യൽ. ഇനി സെപ്റ്റംബർ 8 എന്താണ്? അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. 2024 തീം എന്താണ്? ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, പരസ്പര ധാരണയ്ക്കും സമാധാനത്തിനും സാക്ഷരത. 2024 തീം എന്താണ്? ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, പരസ്പര ധാരണയ്ക്കും സമാധാനത്തിനും സാക്ഷരത. 2025 തീം എന്താണ്? ഡിജിറ്റൽ കാലഘട്ടത്തിൽ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക. ഡിജിറ്റൽ കാലഘട്ടത്തിൽ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക. ഇനി സെപ്റ്റംബർ 14 ഹിന്ദി ദിനമാണ്. ജനുവരി 10 ലോക ഹിന്ദി ദിനമാണ്. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമാണ് കേട്ടോ. 2024 തീം എന്താണ്? ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിനൊപ്പം കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ മോൺട്രിയൽ പ്രോട്ടോകോൾ വഴി നടത്തുന്ന പ്രവർത്തനങ്ങൾ. 2024 തീം എന്താണ്? ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിനൊപ്പം കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ മോൺട്രിയൽ പ്രോട്ടോകോൾ വഴി നടത്തുന്ന പ്രവർത്തനങ്ങൾ. ഇനി 2025 തീം എന്താണ്? ശാസ്ത്രത്തിൽ നിന്ന് ആഗോള പ്രവർത്തനത്തിലേക്ക്. 2025 തീം ശാസ്ത്രത്തിൽ നിന്ന് ആഗോള. സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനം, അന്താരാഷ്ട്ര സമാധാന ദിനം. സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനവും അന്താരാഷ്ട്ര സമാധാന ദിനം കൂടിയാണ് കേട്ടോ. സെപ്റ്റംബർ 28 ലോക നദീ ദിനം. സെപ്റ്റംബർ 28 ലോക നദീ ദിനം. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. 2024 തീം എന്താണ്? യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ. യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ. പ്രവർത്തനത്തിനായി ഹൃദയം
ഉപയോഗിക്കുക. എന്താണ് 2024 തീം? പ്രവർത്തനത്തിനായിട്ട് ഹൃദയം ഉപയോഗിക്കുക. 2025 തീം എന്താണ്? ചെറിയ ജീവിതശൈലി മാറ്റങ്ങൾ വലിയ ആരോഗ്യ ഗുണം. ചെറിയ ജീവിതശൈലി മാറ്റങ്ങൾ വലിയ ആരോഗ്യ ഗുണം. ഒക്ടോബർ 1 എന്താണ്? അന്താരാഷ്ട്ര വയോജന ദിനമാണ്. ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. നവംബർ 26 എന്താണ്? ഭരണഘടനാ ദിനം. നവംബർ 26 ഭരണഘടനാ ദിനം. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമാണ് കേട്ടോ. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. 2024 തീം എന്താണ്? അവകാശങ്ങളുടെ പാത സ്വീകരിക്കുക. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2024 തീം എന്താണ്? അവകാശങ്ങളുടെ പാത സ്വീകരിക്കുക. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഇനി 2025 തീം എന്താണ്? തടസ്സങ്ങളെ മറികടക്കുക. എയ്ഡ്സ് പ്രതികരണത്തെ പരിവർത്തനം ചെയ്യുക. 2025 തീം തടസ്സങ്ങളെ മറികടക്കുക. എയ്ഡ്സ് പ്രതികരണത്തെ പരിവർത്തനം ചെയ്യുക. ഇനി ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനം. ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനം. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. 2024 തീം എന്താണ്? മണ്ണിൻ്റെ പരിപാലനം അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക. 2024 പ്രമേയം മണ്ണിൻ്റെ പരിപാലനം അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക. ഇനി 2025 പ്രമേയം എന്താണ്? ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് ആരോഗ്യകരമായ മണ്ണ് എന്നതാണ്. ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് ആരോഗ്യകരമായ മണ്ണ് എന്നതാണ്. ഇനി ഡിസംബർ 10 എന്താണ്? മനുഷ്യാവകാശ ദിനം. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനം. ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനം. ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം. ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം. ഡിസംബർ 31 തുഞ്ചൻ ദിനം. ഡിസംബർ 31 തുഞ്ചൻ ദിനം.